ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ദൈവസമൂഹത്തിന് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇടവക ധ്യാനം നടക്കുക. അപ്പോൾ ഇടവക ധ്യാനവുമായി ബന്ധപ്പെട്ട് അത് ക്ഷണിക്കുവാനായി എല്ലാവരും പങ്കെടുക്കുക എന്നത് അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഈ ഇടവക ധ്യാനം നടത്തുന്ന ആത്മായരായിട്ടുള്ള ചില ബ്രദേഴ്സ്, ചില വ്യക്തികൾ വീട് സന്ദർശനത്തിനായി വന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനത്തിലും ഇവർ വന്നു കഴിഞ്ഞപ്പം അതൊരു പ്രാർത്ഥനയുള്ള കുടുംബമാണ്. വീടിൻ്റെ അകത്തോട്ട് അവർ പ്രവേശിക്കുന്നതിന് മുൻപ് അവരെ വരവേറ്റ വചനം ഇതായിരുന്നു. യെശയ്യാ പ്രവചനം അതിൻ്റെ 42-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല, എൻ്റെ സ്തുതി ഞാൻ കൊത്തുവിഗ്രഹങ്ങൾക്ക് നൽകുകയില്ല. യെശയ്യാ പ്രവചനത്തിലൂടെ അതിൻ്റെ 42-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ ശക്തമായി ദൈവം തൻ്റെ ജനത്തെ നോക്കി പറഞ്ഞ വാക്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ചോദിച്ചു, എന്തിനാണ് സഹോദരി ഇങ്ങനെയൊരു വചനം ഈ ഭവനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? ബൈബിളിൽ മറ്റനേകം വചനങ്ങളുണ്ടല്ലോ, ദൈവം സ്നേഹമാകുന്നു, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി വചനങ്ങളുണ്ടല്ലോ. ഇതൊന്നും എഴുതി വയ്ക്കാതെ എന്തുകൊണ്ട് നിങ്ങൾ ഈ വചനം എഴുതി വെച്ചു എന്നൊരു ചോദ്യമായിരുന്നു ഈ ഭവനത്തിലേക്ക് വന്ന ധ്യാന ഗുരുക്കന്മാരുടെ ആദ്യ ചോദ്യം. എന്തുകൊണ്ടാണ് അവർ ഈ വചനത്തിൽ ഇറിറ്റേറ്റ് ആയത്? എന്തായിരിക്കാം? സ്വാഭാവികമായി നമുക്ക് കാര്യം മനസ്സിലാവും അല്ലേ? എന്തായാലും ആ വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ അമ്മ, ഒരു വിശ്വാസമുള്ള സ്ത്രീ, അവർ പറഞ്ഞു, എന്തുകൊണ്ട് ഈ വചനം എഴുതിക്കൂടാ? ഇതും ബൈബിളിലുള്ള വചനം തന്നെയല്ലേ? ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ബൈബിൾ വചനം പോലെ തന്നെ അതേ ബൈബിളിലെ യെശയ്യാ പ്രവചനത്തിലെ 42-ലെ 8-ാം വാക്യം തന്നെയല്ലേ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബൈബിൾ വചനത്തോട് താല്പര്യമില്ലാത്തത്? അപ്പോൾ തന്നെ നമ്മുടെ ബ്രദേഴ്സിന് മനസ്സിലായി, ഇവർ ബൈബിൾ വിശ്വസിക്കുന്ന, വചനം വിശ്വസിക്കുന്ന ഏതൊരു ഗ്രൂപ്പിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെയോ പ്രബോധനങ്ങൾ കേൾക്കുന്നുണ്ട്. അയ്യോ, വഴിതെറ്റിപ്പോകുന്ന കുടുംബം. അവർക്ക് ആത്മാർത്ഥത കൂടി എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തി ഇങ്ങനെയുള്ള രീതിയിൽ നിന്നും വചനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായി അടുത്തത്. വീണ്ടും അവരകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അകത്തുതാ മറ്റൊരു വചനം എഴുതി വച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അതവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ ചോദിച്ചു, അല്ലയോ സഹോദരി, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് മനസ്സിൽ കാണുന്നത്? ദൈവം ആത്മാവാണ് എങ്കിൽ നിങ്ങൾക്ക് ഏത് രൂപമാണ് കാണാൻ സാധിക്കുക? എന്ത് രൂപം കണ്ടിട്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക? എന്തായാലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു രൂപം കാണുന്നുണ്ടല്ലോ. ആ സഹോദരി അവരോട് തിരിച്ചു ചോദിച്ചു, അല്ലയോ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു രൂപം കണ്ടാലേ ആരാധന വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അങ്ങനെ ഒരു രൂപത്തിലാണോ ഇരിക്കുന്നത്? ആ രൂപമാണോ നിങ്ങളുടെ ദൈവം? അതാണോ നിങ്ങളുടെ ദൈവം? അങ്ങനെയെങ്കിൽ ഈ വചനം എന്തിനെഴുതി? ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പം നിങ്ങൾ ആത്മാവിലും സത്യത്തിലും അല്ലേ ആരാധിക്കുന്നത്? നിങ്ങൾ രൂപത്തിൽ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചു. ഇങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റോളമുള്ള ഒരു ഭവന സന്ദർശനത്തിൻ്റെ സമയത്ത് ഇത്തരം തർക്കങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാമായി പോയി. അവസാനം ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അവർ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മകൻ വളരെ സൈലൻ്റ് ആയിരുന്നു. കാരണം അമ്മ വളരെ വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അമ്മ സംസാരിക്കട്ടെ, മകൻ സംസാരിച്ചാൽ കൂടുതൽ സ്ഥിതിഗതി വഷളാകുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ കാര്യമായി ഇടപെടാൻ പോകാതെ ഇങ്ങനെ സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞപ്പം അമ്മ തിരിച്ച് മകനോടൊരു കാര്യം പറഞ്ഞു. ഏതായാലും ഇങ്ങനെയുള്ളവർ ധ്യാനിപ്പിക്കുന്ന ധ്യാനത്തിന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തിനാണ് ഇവരുടെ ധ്യാനത്തിന് പോകുന്നത്? ദൈവവചനത്തെ പോലും താല്പര്യമില്ലാതെ കാണുന്ന, അത് എഴുതിയതിനെ ഒരു സ്നേഹമില്ലാതെ സന്തോഷമില്ലാതെ പെരുമാറുന്ന ഇവർ പറയുന്നത് ദൈവവചനമോ? കേൾവിക്കാർക്ക് ഇഷ്ടമുള്ളത് മാത്രം ദൈവവചനത്തിൽ നിന്നും വിശുദ്ധ ബൈബിളിൽ നിന്നും അവർക്ക് താല്പര്യമുള്ളത് മാത്രം പറയുകയും കേൾക്കുകയും ആഗ്രഹിക്കുന്ന ഒരു ജനമാണ് ഇന്നത്തെ ജനം എന്ന് പറയുകയുണ്ടായി. നമ്മൾ തിരിച്ചറിയുക, ഇന്ന് പലരെയും അലോസരപ്പെടുത്തുന്നത് ദൈവവചനമാണ്. ഒരു ഭവനത്തിൻ്റെ മതിലുകളിൽ, അതിൻ്റെ ചുറ്റുമതിലുകളിൽ എഴുതിയിരിക്കുന്ന വിഗ്രഹാരാധകർ അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നൊരു വചനം ചില ആളുകൾക്ക് അലോസരപ്പെടുത്തി.
അത് അവരെ അലോസരപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. അവർ പരസ്യമായ വിഗ്രഹാരാധകരാണെന്ന് അവർ തന്നെ സമ്മതിക്കുകയും അവരത് ചെയ്യുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നേരെ തിരിച്ച് ഞങ്ങൾ വിഗ്രഹാരാധകരല്ല എന്ന് പറയുകയും ആ പറയുന്നവർ തന്നെ യെശയ്യാപ്രവചനം 42:8 എഴുതിയിരിക്കുന്നത് അവരെ പോലും അലോസരപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, പല പ്രാവശ്യം ഞങ്ങൾ വിഗ്രഹാരാധകരല്ല എന്ന് പറയുമ്പോഴും അവരുടെ ഹൃദയത്തിൽ തന്നെ ഒരു ബോധ്യമുണ്ട്, തങ്ങൾ വിഗ്രഹാരാധകരാണ് എന്നൊരു ബോധ്യം അവരിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ആ വചനം അവരെ അലോസരപ്പെടുത്തുന്നത്. യേശുക്രിസ്തു ദേവാലയത്തെ വിശുദ്ധീകരിച്ചു. ജെറുസലേം ദേവാലയം കച്ചവടക്കാരുടെ ഒരു ഗുഹയാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ യേശു ദേവാലയത്തെ വിശുദ്ധീകരിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, യേശുക്രിസ്തു ഒറ്റ ദിവസം പെട്ടെന്നുള്ളൊരു ഇമോഷണൽ എടുത്തൊരു തീരുമാനമാണോ ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണം? പെട്ടെന്നൊരു ദിവസം യേശു ദേവാലയത്തിലേക്ക് കടന്നു നിന്നപ്പോൾ അനേക കച്ചവടക്കാരെ കണ്ടു. പെട്ടെന്ന് യേശുവിന് ദേഷ്യം വന്നു. യേശു അവിടെ കണ്ടിരുന്ന ഒരു കയറെടുത്ത്, ഒരു ചാട്ടവാറെടുത്ത്, പശുവിൻ്റെ മൂക്കുകയറോ എന്തെങ്കിലും എടുത്ത് പെട്ടെന്നൊരു ചാട്ടവാറെടുത്ത് പശുക്കളെയും ആടുകളെയും കടിച്ചോടിച്ച് എല്ലാവരെയും തടയുകയായിരുന്നോ യേശു ചെയ്തത്? അതായിരുന്നോ യേശുവിൻ്റെ പ്രവൃത്തി? നമുക്കറിയാം, അങ്ങനെയല്ല. കാരണം ഇത് വ്യക്തമായി നേരത്തെ കണക്ക് കൂട്ടിയെടുത്തൊരു തീരുമാനത്തിൻ്റെ കൃത്യമായൊരു പ്രതിഫലനമായിരുന്നു ദേവാലയ വിശുദ്ധീകരണമെന്ന് ബൈബിൾ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം യേശു 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വരുമ്പോൾ അവൻ പതിവ് പോലെ ദേവാലയത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ 8-ാം ദിവസം ദേവാലയത്തിൽ കൊണ്ടുവരുന്നത് തുടങ്ങി ഒരു യഹൂദ ബാലൻ എങ്ങനെയായിരിക്കണമോ അതുപോലെ സ്ഥിരമായി അവൻ ദേവാലയത്തിൽ വന്നിരുന്നു. അതിനുശേഷം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അപ്പനമ്മമാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. വിശ്വാസമുള്ള യൗസേപിതാവിനും മാതാവിനും വിധേയപ്പെട്ട് ജീവിക്കുന്ന യേശു സ്ഥിരമായി ദേവാലയത്തിൽ സന്ദർശിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും അവൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷവും 1-ാം 2-ാം 3-ാം പെസഹയുടെ 3-ാമത്തെ പെസഹയെക്കുറിച്ച് പറയുമ്പോൾ അവൻ പതിവ് പോലെ പെസഹാക്കി പോയി എന്ന് തന്നെയാണ് വചനത്തിൽ കാണുന്നത്. അപ്പോൾ അവൻ സ്ഥിരമായി ആ ദേവാലയത്തിൽ സന്ദർശിച്ചിരുന്നു. എന്തുകൊണ്ട്? 33 വർഷക്കാലം ദേവാലയത്തിൽ പല പ്രാവശ്യം പോയിട്ടും ഒരു പ്രാവശ്യം പോലും ദേവാലയത്തെ വിശുദ്ധീകരിക്കാതിരുന്ന യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ദേവാലയത്തിലേക്ക് ഹോസാന പാടി തൻ്റെ ജനം എതിരേറ്റു, നീയാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് എതിരേറ്റതിന് ശേഷം മാത്രം ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കാനായി പോയി എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം നേരം വൈകിയതിരുന്നാൽ 12 പേരോടും കൂടെ ബെഥാനിയയിലേക്ക് പോയി. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുകയും ചുറ്റുമുള്ളതെല്ലാം കാണുകയും ഈ കച്ചവടക്കാരെയും ഈ കള്ളന്മാരുടെ ഗുഹയെയും എല്ലാം കണ്ട് മനസ്സിലാക്കി. എന്നാൽ നേരം വൈകിയിരുന്നതിനാൽ അവൻ എന്ത് ചെയ്തു? തിരിച്ചുപോയി. നേരം ഇരുട്ടായതിനാൽ അവൻ തിരിച്ചുപോയി. പിറ്റേ ദിവസത്തേക്ക് അവൻ കരുതിക്കൂട്ടി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. 2-ാം ദിവസം അവൻ തിരിച്ചു വരുന്നതിനെ കുറിച്ച് നമ്മൾ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 11:16 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയന്മാറ്റക്കാരെയും അവൻ മേശകളെയും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളെയും അവൻ തട്ടിമറിച്ചു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. ഇവിടെ വളരെ വ്യക്തതയോടുകൂടി തന്നെ യേശു ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാം. അവൻ കൃത്യമായി കണക്ക് കൂട്ടി ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയും, കാരണം യേശുവിനെ രാജാവായി സ്വീകരിക്കുന്നവൻ്റെ ആലയത്തെയാണ് അവൻ വിശുദ്ധീകരിക്കുന്നത്. ജനം മുഴുവൻ ഹോസാന പാടി തൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ പരസ്യ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇതാ ഏറ്റവും അടുത്തു വരുന്ന അവൻ്റെ പീഡാനുഭവത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ ജനം മുഴുവൻ അവന് രാജാവായി, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ആ ദേവാലയത്തെ അവൻ വിശുദ്ധീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയമാകുന്ന ദൈവത്തിൻ്റെ ആലയം എത്രത്തോളം വിശുദ്ധിയുള്ളതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം എൻ്റെ ഹൃദയമാകുന്ന ദൈവത്തിൻ്റെ ആലയം കള്ളൻ്റെ ഗുഹയാണെങ്കിൽ ഒരിക്കലും ക്രിസ്തു എൻ്റെ ആലയത്തെ വിശുദ്ധീകരിക്കത്തില്ല. എൻ്റെ ആലയത്തെ ദൈവം വിശുദ്ധീകരിക്കണമെങ്കിൽ, വിഗ്രഹത്തെക്കുറിച്ച് ബോധ്യം ലഭിക്കണമെങ്കിൽ, തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യം വന്ന് ആ വചനമനുസരിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം
യേശുവിനെ അവൻ രാജാവായി അംഗീകരിക്കണം. ഒരുവൻ യേശുവിനെ രാജാവായി അംഗീകരിക്കുമ്പോൾ അന്നു മുതൽ അവനൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. യേശു അവൻ്റെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധീകരിക്കാൻ തുടങ്ങും. കള്ളന്മാരുടെ ഗുഹയിൽ നിന്ന് രക്ഷിക്കാൻ തുടങ്ങും. പലവിധ കച്ചവടങ്ങളിൽ നിന്നും ബോധ്യം കൊടുക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ കച്ചവടങ്ങളെക്കുറിച്ച്, അന്യാരാധനകളെക്കുറിച്ച്, വിഗ്രഹാരാധനകളെക്കുറിച്ച്, തെറ്റായ സഭയിൽ കാലാകാലങ്ങളിൽ കടന്നുകൂടിയ വിശ്വാസികളുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്ന തെറ്റായ ബോധ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു ദേവാലയത്തെ വിശുദ്ധീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികൾക്ക് എന്തു തോന്നിയോ അത് തന്നെയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പലർക്കും തോന്നുന്നത്. അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് എന്ത് തോന്നിയോ, അവിടെ ഉണ്ടായിരുന്ന നാണയം മാറ്റക്കാർക്ക് എന്ത് തോന്നിയോ അത് തന്നെയാണ് ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും നമ്മുടെ വീഡിയോയിൽ വളരെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അവർക്ക് തോന്നുന്നത്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവർ യേശുവിനെ രാജാവായി അംഗീകരിക്കുന്നില്ല. എപ്പോൾ നിങ്ങൾ യേശുവിനെ രാജാവായി അംഗീകരിക്കുന്നോ, എൻ്റെ കർത്തൃത്വം, എൻ്റെ പൂർണ്ണ അവകാശം, എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാണ്, യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുത്ത് അവൻ ഉയർത്തെഴുന്നേറ്റവനാണെന്ന് വിശ്വസിച്ച് പൂർണ്ണതയോടെ അവനെ വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് ചേരുന്നുവോ അന്നു മുതൽ യേശു അവനെ വിശുദ്ധീകരിക്കാൻ തുടങ്ങും. കച്ചവടക്കാരെ കുറിച്ച് അവർ തിരിച്ചറിയാൻ തുടങ്ങും. കച്ചവടക്കാരുടെ കുടിലതന്ത്രങ്ങളിൽ വീഴാതെ യഥാർത്ഥ ക്രിസ്തുവിനെ, വിശുദ്ധ കുർബാനയിലൂടെ സഹോദരങ്ങളിൽ കാണുന്ന ക്രിസ്തുവിനെ, തൻ്റെ സഭയാകുന്ന യേശുവിൻ്റെ ശരീരത്തെ അവൻ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും പൂർണ്ണതയോടെ ദൈവത്തിനോട് കൂടി ചേർന്ന് നിൽക്കാനും സാധിക്കും. ലൂക്കാ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 41-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവർ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശു ജെറുസലേം ദേവാലയത്തെ നോക്കി തലേ ദിവസം തന്നെ രാജാവായി അംഗീകരിച്ച ആ ആലയത്തിൻ്റെ അകത്ത് കടന്ന് പ്രവേശിച്ച് അവിടെയുള്ള സകലതും കണ്ട് തിരിച്ചു വന്ന് ബെഥാനിയായിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ മുകളിൽ നിന്ന് ജെറുസലേമിനെ നോക്കി കർത്താവ് പറയുകയാണ്, പട്ടണത്തെ നോക്കി കർത്താവ് പറയുകയാണ്, ഇന്നെങ്കിലും സമാധാനത്തിനുള്ള മാർഗം ഇവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഗദ്ഗതം അല്ലെങ്കിൽ ഒരു ആത്മഗതം യേശു പറയുകയാണ്. ഈ ദിവസമെങ്കിലും, എന്നാൽ അവരുടെ ദൃഷ്ടിയിൽ നിന്നും അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പലരുടെയും പ്രശ്നം ഇതാണ്. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മറയ്ക്കുന്ന അധികാരികളെ നിങ്ങൾ ഇനിയെങ്കിലും മറയ്ക്കപ്പെട്ടിരിക്കുന്ന സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക. കണ്ണടഞ്ഞിരിക്കുന്ന വിശ്വാസികളെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയുക, യേശു ക്രിസ്തു യാതൊരു കച്ചവടത്തിനും അനുകൂലമല്ല. യഹൂദരുടെ കച്ചവടമാകുന്ന സകല പ്രവൃത്തികളെയും എതിർത്ത ക്രിസ്തു തന്നെയാണ് ഇന്നും ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന ആലയം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് വിഗ്രഹങ്ങളിൽ നിന്നും ഓടിയകലുവാൻ നമ്മളോട് പ്രബോധനം നൽകിയ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ശക്തിപ്പെടാം, നമുക്ക് ബലപ്പെടാം. ആരെങ്കിലും ഈ വചനങ്ങൾ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ യെശയ്യാപ്രവചനം 42:8 പറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വം ഞാൻ കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കത്തില്ല, എൻ്റെ സ്തുതികൾ ഞാൻ അതിന് നൽകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വചനം ആരെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വിഗ്രഹാരാധകർക്ക് മാത്രമാണ്. ആരെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഇനിയെങ്കിലും ആ വിഗ്രഹത്തെ, സ്വരൂപത്തെ വണങ്ങാൻ ദൈവം അനുവദിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.